നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് താമരപ്പൂ പിടിച്ചു നിൽക്കുന്ന താമരക്കണ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. താമരയോട് ഭഗവാൻ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലേ? ഈ കാര്യം ഉണ്ടല്ലോ, താമരയ്ക്കും അറിയാതെ ആചാര്യൻ അനുസ്മരിക്കാറുള്ളത്. അവതാരം, ഗുരുവായൂരപ്പൻ്റെ അവതാരം കഥ വിവരിക്കുന്ന സമയത്ത് രാത്രിയിലാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പറയാറുണ്ട്. ഈ രാത്രി സമയത്തും താമര വിരിഞ്ഞിരുന്നു അത്രേ. ഈ താമര ഒരിക്കലും രാത്രി കാലങ്ങളിൽ വിടരാറില്ല. എപ്പോഴും സൂര്യപ്രകാശത്തിൽ മാത്രമാണ് താമര വിടർന്ന് നിൽക്കാറുള്ളത്. എന്നാൽ താമര വിചാരിച്ചു അത്രേ, ഭഗവാന്റെ കണ്ണുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും താമരക്കണ്ണനായിട്ട് പറയാറുണ്ട്. താമരയുടെ ഇതള് പോലെയാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയാറുണ്ട്. താമരയുടെ ഇതള് പോലെ അത്രയും മൃദുലമാണ് ഭഗവാന്റെ കൈകൾ എന്ന് പറയാറുണ്ട്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഭഗവാൻ ഒരു താമരപ്പൂവ് ശംഖചക്ര ഗദ പത്മത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ ഒരു താമരപ്പൂവും പിടിക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും ഭഗവാൻ താമരപ്രിയനാണ്. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കണ്ണും പൂട്ടിയിരിക്കണേന്ന് വിചാരിച്ചിട്ടാവും താമരകളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഭഗവാന്റെ അവതാര സമയത്ത് എന്ന് എടുത്തെടുത്ത് പറയാറുണ്ട് കേട്ടോ ആചാര്യൻ. അപ്പോൾ അത്രയും താമരപ്രിയനായിട്ടുള്ള താമരക്കണ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഇന്ന് നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യണത് കേട്ടോ. ഇന്ന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പെട്ടെന്നൊരു അപ്രതീക്ഷിത മഴ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഓഫീസിൽ നിന്ന് ഷൂട്ട് ചെയ്യണ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ഓഫീസ് കാണിച്ചില്ല എന്ന്. ഇന്ന് കാണിക്കാം കേട്ടോ. ഞങ്ങൾക്കൊരു ഷൂട്ടിംഗ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്ര നേരം നിന്നിരുന്ന ഒരു സ്പേസ് ഉണ്ട്. അതുപോരാതെ ഞാൻ കടന്നു വരുന്ന സമയത്ത് തന്നെ ഇതാണ് എൻ്റെ സെറ്റിങ്. ഞാനിവിടെയാണ് ഇരിക്കാറുള്ളത് എന്നൊന്നും പറയാറായിട്ടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. വിഷ്ണുവിൻ്റെ സെറ്റിങ് തൊട്ടപ്പുറത്താണ് വരുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചെയർ ഇവിടെ ഇട്ടതാണ്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള വിഷ്ണുവിൻ്റെ സീറ്റിംഗ് കാണാം. പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് ഫ്ലൈ ഓവറാണ് കേട്ടോ. ഗുരുവായൂർക്ക് വരുന്ന ആ ഒരു സമയത്ത് കിഴക്കേ നടയിലുള്ള ഫ്ലൈ ഓവറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ ഓഫീസ് കാണാൻ പറ്റും. ഇനി വിഷ്ണുവിൻ്റെ സീറ്റും ഗുരുവായൂരപ്പന് ഈ വിളക്ക് വയ്ക്കുന്നതും ഒക്കെ കാണാം കേട്ടോ. ഇതാണ് വിഷ്ണുവിൻ്റെ സീറ്റ്. ഇവിടെ ആ ഗുരുവായൂരപ്പനും വിളക്ക് ഇന്ന് ഞങ്ങൾ മാറ്റി വാങ്ങിയതാണ്. വലിയ വിളക്കായിരുന്നു, അപ്പോൾ ചെറിയ വിളക്കാക്കിയതാണ്. അപ്പോൾ അത് കൊളുത്തി തുടങ്ങിയിട്ടില്ല. ഇതാണ് ഓഫീസിൻ്റെ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് എല്ലാവരും വരിക, ഓഫീസിലേക്കും കൂടെ വരിക. ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ടാവും എന്നാണ് വിചാരിക്കണേ. ഈ ലഞ്ച് ബ്രേക്ക്, ടീ ബ്രേക്കൊക്കെ അല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും കേട്ടോ. ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. ഇത് ഷൂട്ടിനായിട്ട് കുറച്ച് സ്പേസ് മാറ്റി വെച്ചതാണ്. നമ്മളൊരു സ്റ്റുഡിയോ പർപ്പസ് എന്നുള്ള രീതിയിൽ ഒരു പാർട്ടീഷൻ ചെയ്ത് വേറൊരു ഏരിയയും കൂടി എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഓഫീസ്. അപ്പോൾ ഓഫീസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് നല്ല അനുഗ്രഹമായിട്ടോ ഗുരുവായൂരപ്പൻ്റെ. കാരണം മഴയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നടയിൽ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ നമുക്ക് ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു ഷൂട്ട് ചെയ്യണ പോലെയോ നമുക്ക് സ്പേസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും പിന്നെ നമ്മളും വിചാരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഷൂട്ട് തീർക്കാൻ സാധിക്കണില്ല. പരിചയക്കാർ വരുന്നു, വർത്തമാനം പറയുന്നു, അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നിട്ട്. അപ്പോൾ എനിക്കറിയാം കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്പലനടയിൽ നിന്ന് കാണുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന്. അങ്ങനെ തന്നെ ചെയ്യാം. ഈ മഴയുള്ള കാരണമാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത്. മഴയില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് പഴയ പോലെ തന്നെ അമ്പലനടയിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഫീസിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യം. സിത്താര എസ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ടല്ലോ നാമം ജപിക്കാൻ. ഏതൊക്കെ നാമമാണ് ജപിക്കേണ്ടത്? എത്ര പ്രാവശ്യം ജപിക്കണം? ശരീരശുദ്ധി നോക്കേണ്ടത് ഏത് നാമത്തിനാണ്? എല്ലാം പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശരീരശുദ്ധി നോക്കാതെ ജപിക്കാൻ പറ്റുന്ന നാമം നാരായണ നാമമാണ്. എത്ര പ്രാവശ്യം എന്നില്ല, നമുക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക. നാരായണ നാമം എന്ന് പറയുന്നത് നമുക്ക് ഏത് വിധേനയും അതിനെ കാണാം. ഭഗവാനെ സ്നേഹിക്കാനുള്ള ഉപാധിയായിട്ട് കാണാം ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കുറേ പ്രശ്നമുണ്ട് വിചാരിക്കുക.
നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മാർഗങ്ങളൊന്നും നമുക്ക് നിശ്ചയില്ല. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ ഇതൊക്കെ ഒന്ന് മാറ്റിത്തരിക ഭഗവാനെയും ചോദിച്ചാൽ നമ്മളുടെ ജീവിതമാണ്, നമുക്ക് മാത്രമേ ആ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയുള്ളൂ. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ പ്രശ്നം അതേ സെൻസിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമ്മൾ നാമം ജപിക്കുക. അതെത്ര വേണമെന്നുള്ളത് നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചിരിക്കും. നമ്മൾ ഒരുപാട് പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് നാമം ജപിച്ചോളൂ. നാമം ജപിച്ചാൽ മാറാത്ത ഒരു ദുരിതവും ഇല്ല എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത് ഞാൻ. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. എന്ത് ദുരിതമുണ്ടെങ്കിലും നാമം ജപിച്ചാൽ മാറാതിരിക്കില്ല. സന്തോഷം അനുഭവിക്കാൻ നാമം ജപിച്ചോളൂ കേട്ടോ, നല്ലോണം നാമം ജപിച്ചോളൂ. വിജയ് മേനോൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ ടു സെൻഡ് വാട്സപ്പ് മെസ്സേജ് ടു യു ആൻഡ് വിഷ്ണു എന്ന്. ഇന്നലെ ഞാൻ വാട്സപ്പ് നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നൊന്നും കൂടി പറയാണ്. 9846937939. ഇതാണ് വിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പർ. സ്പീഡ് കൂടിപ്പോയില്ലേ. 9846937939. ഇതാണ് വിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പർ. 8111937939. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ലാസ്റ്റ് നമ്പർ രണ്ടുപേരുടെയും ഒരുപോലെയാണ് കേട്ടോ. 937939 എന്നുള്ളത് രണ്ടുപേരുടെയും ഒരുപോലെയാണ്. അപ്പോൾ വാട്സപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്യാവൂ കേട്ടോ, വിളിക്കരുത്. കാരണം വിളിച്ചാൽ കിട്ടില്ല. എൻ്റെ കയ്യിൽ സിമ്മില്ല, അപ്പോൾ വിളിച്ചാൽ എന്തായാലും കിട്ടില്ല. വാട്സപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ വിളിക്കുന്ന സമയത്ത്, വിഷ്ണുവിനെ വിളിക്കുന്ന സമയത്ത് വിഷ്ണു ചിലപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈവ് കട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് വിളിക്കാതിരിക്കാൻ ശ്രമിക്കൂ കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ, എന്തായാലും മെസ്സേജ് നോക്കാം. ഞാൻ 16-ാം തീയതി വരെ തിരക്കുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാലേ എനിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും കുറേ മെസ്സേജസ് പെൻഡിങ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ 16-ാം തീയതിയാണ് എൻ്റെ ഗുരുവായൂരത്തെ വീടിൻ്റെ ഹൗസ് വാമിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെ കഴിഞ്ഞാലേ ഫ്രീ ആവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അമ്പലപ്പുഴ വീടിൻ്റെ ഹൗസ് വാമിങ് എല്ലാവരും അറിഞ്ഞൂലോ. അപ്പോൾ ഇനി ഗുരുവായൂരത്തെ വീട് അത് 16-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, മനുചേച്ചിയുടെ ഇന്നത്തെ ചോദ്യം, അഹസ് വഴിപാടിൻ്റെ പ്രസാദത്തിന് ഒപ്പം കിട്ടുന്ന എണ്ണ ഭഗവാന്റെ ആടിയ എണ്ണയാണോ എന്ന്. അതെ കേട്ടോ, ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണയാണ്. വാഗച്ചാർത്ത് കഴിഞ്ഞിട്ട്, എണ്ണാഭിഷേകം കഴിഞ്ഞിട്ടുള്ള വാഗച്ചാർത്ത്. ഗുരുവായൂരപ്പൻ്റെ ആദ്യത്തെ ആ ഒരു നിർമ്മാല്യം കഴിഞ്ഞ ഉടനെ എണ്ണാഭിഷേകം ഉണ്ട്. ആ അഭിഷേകം ചെയ്ത എണ്ണയാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത്. ഇത് ഒരു ഡ്രോപ്പൊക്കെ അകത്തേക്ക് സേവിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാതെ ശരീരത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകൾ ഇതെല്ലാം കുറയാനായിട്ട് ആടിയ എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആടിയ എണ്ണ 250 ml 160 രൂപയാണ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. സാധാരണ എല്ലാ പ്രസാദങ്ങളും ഷീട്ടാക്കുന്ന അതേ ഷീട്ട് കൗണ്ടറിൽ നിന്ന് തന്നെയാണ് ആടിയ എണ്ണയും ഷീട്ടാക്കേണ്ടത്. ഒപ്പം ഡപ്പ കൂടി ഷീട്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഡപ്പയിൽ ആടിയ എണ്ണ വാങ്ങാനും പറ്റും കേട്ടോ. സൈസ് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പേര്. അങ്ങനെയാണ് പേര് കാണുന്നത്. പുതിയ വീടിൻ്റെ പാലുകാച്ചിലും വീടിൻ്റെ ഫോട്ടോസൊക്കെ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമ്പലപ്പുഴ ഈ ഇല്ലത്തിൻ്റെ ഞാൻ ഇട്ടിരുന്നു എൻ്റെ സ്റ്റാറ്റസായിട്ട്, വിഷ്ണുവിൻ്റെ സ്റ്റാറ്റസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരത്തെ നമുക്ക് ചെയ്യാം കേട്ടോ. ഗുരുവായൂരത്തെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കട്ടെ. ഇത് പറയുന്ന സമയത്ത് 2 വീട് ഒരേ സമയം എന്ന് തോന്നും ചിലർക്കെങ്കിലും അല്ലേ. പക്ഷേ ഒരുപാട് മോഹിച്ചിട്ട് ഒരുപാട് കാലം തപസ് പോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു വലിയ അനുഗ്രഹം കിട്ടിയത്. എത്രയോ വർഷങ്ങളായി. എൻ്റെ അറിവിൽ ഞാനൊരു 12 വർഷത്തോളമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഗുരുവായൂരപ്പനോട്. ഒരു വീടിനായിട്ട്, ഒരു വീട് എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ഒരു ചെറിയൊരു വീട് അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. കഴിഞ്ഞ 12 വർഷക്കാലം മുടങ്ങാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒന്നിന് പകരം 2 വീട് തന്ന ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചത്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, എൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ അനുഭവങ്ങളാണ് എനിക്ക് ഗുരുവായൂരപ്പൻ തരുന്നത്. ഒക്കെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കേട്ടോ. അദ്ദേഹത്തിനോട് ഒരു തവണ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം അത് നോട്ട് ചെയ്ത് അപ്പം തന്നെ ചെക്ക് എഴുതി തരാറുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നാറുള്ളത്. കാരണം അതൊക്കെ പിന്നീട് നിനക്കതിനുള്ള പക്വത ആയിട്ടില്ല, നിനക്കതിനുള്ള സമയമായിട്ടില്ല, ആ സമയമാവുമ്പോൾ ഞാൻ തീർച്ചയായും തരുന്ന ഓരോ തവണയും എന്നെ ഓർമ്മിപ്പിക്കാറുള്ള പോലെയാണ്. എന്തായാലും 12 വർഷത്തെ ഒരു വ്യാഴവട്ടക്കാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ 2 വീടുകൾ വയ്ക്കാൻ ഒരേ സമയത്ത് തന്നെ സാധിച്ചത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ നമുക്ക്
നമുക്ക് നമ്മളെ സങ്കടപ്പെടുത്തുന്നു എന്ന് തോന്നും കേട്ടോ. ഗുരുവായൂരപ്പൻ നമ്മളെ നല്ലോണം പരീക്ഷിക്കുകയാണല്ലോ, നമ്മളെ കേൾക്കണില്ലല്ലോ, നമ്മളെ സങ്കടപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം വരും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടല്ലോ, ആ അനുഗ്രഹം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇതിലും നന്നായിട്ട് മറ്റൊരാൾക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല തോന്നും. അത്ര ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതിലും നന്നായിട്ട്, ഇതിലും മികച്ചത് സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ നമ്മൾ പരസ്യവാചകം കേട്ടിട്ടുണ്ടല്ലോ. സ്വപ്നത്തിൽ പോലും ഇതിലും മികച്ചത് ഉണ്ടാവില്ല. അത്ര ഗംഭീരമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യവർഷം എന്ന് പറയുന്നത് കേട്ടോ. ഇത് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള വീടിൻ്റെ കാര്യമാണോ സവിത ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്തിരി ഒരു ഭൗതികത ഉള്ള ആൾ തന്നെയാണ് കേട്ടോ. പ്രായം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം, ആത്മീയ തലത്തിൽ വലിയ ഉയർച്ചയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ കുറച്ച് അധികം കൂടുതലാണ്. അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്ത് തോന്നിയാലും ഭഗവാനോട് മാത്രമേ പറയാറുള്ളൂ, ഭഗവാനെ എനിക്കത് ആഗ്രഹം ഉണ്ടെന്ന്. അദ്ദേഹം നമുക്ക് വേണ്ടതാണെങ്കിൽ തരുന്ന ചെയ്യും, വേണ്ടാത്തതാണെങ്കിൽ വേണ്ട എന്ന് തന്നെ പറയും. അദ്ദേഹത്തിന് അങ്ങനെ വേണ്ട എന്ന് പറയാൻ യാതൊരു മടിയില്ല കേട്ടോ. പക്ഷെ ആ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയും ചെയ്യും, ഈശ്വര ഇദ്ദേഹം എന്താ അങ്ങനെ എൻ്റെ ആ ഒരു പ്രാർത്ഥന നിരസിച്ചോ ഗുരുവായൂരപ്പ എന്ന്. പക്ഷെ അത് നമ്മളെ കൂടുതൽ ചേർത്ത് പിടിക്കുകയാണ്. അത് നമുക്ക് കാലം തന്നെയാണ് തെളിയിക്കേണ്ടത് തോന്നുന്നു. ഞാൻ കുറച്ചധികം സംസാരിക്കേണ്ടത്, പക്ഷെ അത് ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് പറഞ്ഞാലും തീരില്ല അല്ലേ. അതാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്താഗ്രഹവും ആയിക്കോട്ടെ, ആൾക്കാരൊക്കെ പറയാറുണ്ട് കേട്ടോ, ചില ആചാര്യന്മാർ പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മളെ ആഗ്രഹങ്ങളൊന്നും ഭഗവാനോട് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എന്താ വേണ്ടതെന്ന് ഭഗവാൻ അറിയാം, ഭഗവാൻ നമുക്ക് തരുന്ന ചെയ്യും, നമ്മളങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതിന് പൂർണ്ണമായിട്ടും എതിരാണ്. കാരണം നമ്മുടെ വിഷമങ്ങൾ ഭഗവാനോട് പറയാം, നമ്മുടെ ആവശ്യങ്ങൾ ഭഗവാനോട് പറയാം. കാരണം ഭഗവാൻ നമ്മുടെയാണ്, നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ. നമ്മുടെ സ്വന്തമായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനോടല്ലാതെ നമ്മൾ ആരോടാ പറയുക അല്ലേ. അപ്പം നമ്മൾ ഗുരുവായൂരപ്പനോട് എന്താച്ചാൽ പറയാം, ഭഗവാൻ അത് വേണ്ട പോലെ നേരെയാക്കി തരും. ഒന്നിലോ നമുക്ക് അർഹതയില്ലാത്ത ആ ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കണ വെച്ചാൽ ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആ ഒരു ആഗ്രഹം ഇല്ലാണ്ടാവും. നമുക്ക് അർഹതയില്ല, നമുക്ക് ആ ആഗ്രഹം ഇല്ലാണ്ടാവും. അതല്ല, നമുക്ക് അർഹത ഉള്ളതാണെങ്കിൽ നമുക്ക് അതിന് അർഹത വരുന്ന സമയത്ത് ഭഗവാൻ അത് കനിഞ്ഞനുഗ്രഹിച്ചു തരും. നമ്മൾ ഒരു പൂ ചോദിച്ചു പൂക്കാലം കിട്ടിയെന്നൊക്കെ പറയുന്ന പോലെ അത്ര ഗംഭീരമായിട്ട് അദ്ദേഹം അനുഗ്രഹിച്ച് തരുന്നെ ചെയ്യൂ കേട്ടോ. അനുഭവം കൊണ്ടാണ് പറയുന്നത്. നാമം ജപിച്ചോളൂ, നാമം ജപിച്ചാൽ എന്തും സാധ്യമാണ്. ഗീത എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ റൂം ബുക്കിംഗ് സംവിധാനത്തിനെ കുറിച്ച് പറയാനായിട്ട്. പാഞ്ചജന്യം, കൗസ്തുഭം, ശ്രീവത്സം തുടങ്ങി 3 ലോഡ്ജിങ് സംവിധാനങ്ങളാണ് ശ്രീ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വകയായിട്ടുള്ളത്. ഇതിലൊക്കെ റൂം ബുക്ക് ചെയ്യാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നേരിട്ട് പോയി ബുക്കിംഗ് ഇല്ല, ഓൺലൈനിലൂടെയാണ് ബുക്ക് ചെയ്യേണ്ടത്. അത് www.guruvayurdevasam.in എന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ റൂം ബുക്കിംഗ് സംവിധാനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇത് 3ഉം ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ തന്നെയാണ്. കൗസ്തുഭം കിഴക്കേ നടയിലും ബാക്കി 2ഉം തെക്കേ നടയിലുമാണ് വരുന്നത്. ശ്രീവത്സത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഗുരുവായൂർ അമ്പലം കാണാൻ സാധിക്കും. പാഞ്ചജന്യവും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കൂ കേട്ടോ. നേരിട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, അവൈലബിൾ അല്ല. സൗമ്യ സലീഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ഗുരുവായൂർ വരുമ്പോൾ മേൽശാന്തിയെ കാണാൻ എന്താ ചെയ്യേണ്ടതെന്ന്. മേൽശാന്തിയുടെ വിശ്രമമുറി ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അത് വടക്ക് വശത്താണുള്ളത്. ആ വടക്ക് വശത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള ഒരു ഗോവണി, അതായത് മേൽശാന്തി മുറിയിലേക്കുള്ള ഗോവണി സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ. പഴയ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെയാണ് അതുണ്ടാവുക. മുൻപ് വന്നിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. പഴയ വഴിപാട് കൗണ്ടർ ഉണ്ടായിരുന്ന ആ ഭാഗത്താണ് ഒരു ഗോവണി ഉള്ളത്. ഇനി അഥവാ അറിയില്ലെങ്കിൽ ആനയൊക്കെ കെട്ടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് കയറിയിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി മേൽശാന്തി ഇരിക്കുന്ന ഭാഗം എവിടെയാണ്, മേൽശാന്തിയുടെ വിശ്രമമുറി എവിടെയാണെന്ന്. അപ്പോൾ അവരതിലേക്ക് കാണിച്ചു തരുന്ന ചെയ്യും. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മേൽശാന്തിക്ക് സൗകര്യമുള്ള സമയം അവരെ അറിയിക്കും. മേൽശാന്തിയുടെ ആ ഒരു ശിഷ്യന്മാരെ അറിയിക്കും. ആ സമയം വരെ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു വെയിറ്റിംഗ് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് വന്ന് കണ്ട് അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ സാധിക്കും. ഇനി വരുമ്പോൾ നോക്കി നോക്കൂ കേട്ടോ. സൗമ്യ സലീഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, നാരായണീയം എങ്ങനെയാണ് ദിവസവും ചൊല്ലേണ്ടത്, ഓരോ ദശകം വെച്ച് ചൊല്ലിയാൽ മതിയോ എന്ന്. ഓരോ ദശകം വെച്ച് ചൊല്ലിയാലും മതി.
നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നാരായണീയം നന്നായിട്ട് വായിക്കാൻ കൈകാര്യം ചെയ്യാനും ഒക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം തന്നെ ചെയ്യാം. 4 മണിക്കൂറോളമാണ് വേണ്ടത്. അതല്ലെങ്കിൽ സപ്താഹമായിട്ട് വായിക്കാം. അതല്ലെങ്കിൽ ഒരു ദിവസം 1 ദശകം എന്ന രീതിയിൽ, ഒരു ദിവസം 5 ദശകം എന്ന രീതിയിൽ, ഒരു ദിവസം 10 ദശകം എന്ന രീതിയിൽ. അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ചൊല്ലിയാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ അംഗീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. കുറേ ചോദ്യങ്ങൾ പെൻഡിങ് ഉണ്ട്. ഇന്നലത്തെയും പെൻഡിങ് ഉണ്ട്, ഇന്നും പെൻഡിങ് ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ ചോദ്യങ്ങൾ പെൻഡിങ് വെക്കണ്ടല്ലേ. അത് ഞാൻ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയായിട്ട് ഇങ്ങനെ കുറേ സംസാരിക്കണോണ്ടാണ് തോന്നുന്നു കുറേ ചോദ്യങ്ങൾ എടുക്കാനുള്ള സമയം കിട്ടാത്തത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം പറയുന്നു എന്നുള്ളതല്ലല്ലോ നമ്മൾ സത്സംഗത്തിലൂടെ ചെയ്യാറ്. ഒരു ചോദ്യത്തിലൂടെ നമുക്ക് ശ്രീ ഗുരുവായൂരപ്പനെ പറ്റി എത്ര നേരം അനുസ്മരിക്കാൻ പറ്റും എന്നുള്ളതല്ലേ സത്സംഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ. അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറേ ചോദ്യങ്ങൾ പെൻഡിങ് ആയി പോകുന്നത്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഞാൻ ചോദ്യങ്ങൾ കാണാത്തത് കൊണ്ടല്ല, ഞാൻ ആദ്യം ഇല്ലത്ത് നിന്ന് എല്ലാ ചോദ്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാറുണ്ട്. അപ്പം ഞാൻ കാണാറുണ്ട്, പക്ഷെ പിന്നീട് അതങ്ങനെ വിട്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ സത്സംഗത്തിൽ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ തുടക്കത്തിൽ ഞാൻ ചൊല്ലാറുള്ള ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്നുള്ളത് ഞാൻ പണ്ടൊക്കെ ചൊല്ലുമ്പോൾ നല്ല ഭക്തിപൂർവ്വമാണ് ചൊല്ലാറുള്ളത്. ഇപ്പം അത്ര ഭക്തിപൂർവ്വം ഒന്നുമല്ല ചൊല്ലുന്നതെന്ന്. എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ തുടക്കത്തിൽ എങ്ങനെയാണോ ചൊല്ലിയിരുന്നത് അങ്ങനെ തന്നെയാണ് ചൊല്ലാറുള്ളത്. എൻ്റെ മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കോൺഫിഡൻസ് ലെവൽ ഇത്തിരി കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. മുമ്പ് എനിക്ക് ഈ ക്യാമറയെ നോക്കിയിട്ട് ഇത്രയൊക്കെ സംസാരിക്കാനുള്ളൊരു പാകം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളിലിങ്ങനെ ഹാർട്ട് ബീറ്റ്സ് വല്ലാതെ കൂടുമായിരുന്നു. ഈശ്വര എന്തെങ്കിലും തെറ്റിപ്പോയാൽ നമുക്ക് എഡിറ്റിങ്ങിൽ ശരിയാക്കാം. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയായിരുന്നു, ഇതിൻ്റെ റിസൾട്ടിൽ തെറ്റുപറ്റി പോയാലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഞാനിപ്പോൾ ചോദ്യങ്ങൾ എടുത്തു, അതിന് ഉത്തരങ്ങൾ പറഞ്ഞു, ആ ഉത്തരങ്ങൾ പബ്ലിഷ് ചെയ്തു, അതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ എന്ന ഭയം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയാലും അടുത്ത ദിവസം ആ എന്താ പറയുക, ആ തെറ്റ് എനിക്ക് ഇന്ന് തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണം എന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ പറയുന്നതല്ലേ നല്ലത് എന്ന ഒരു കോൺഫിഡൻസോട് കൂടി പറയുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഭക്തിഭാവം പോയി എന്നൊക്കെ തോന്നണം കേട്ടോ. ഒട്ടുമില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസത്തെ സത്സംഗം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അപ്പോൾ ബാക്കിയെല്ലാം ഗുരുവായൂരപ്പൻ തീരുമാനിക്കണ പോലെ അല്ലേ. നാളത്തെ സത്സംഗത്തിലൂടെ കാണാമെന്ന് വിചാരിക്കുന്നു. നന്ദി.